തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരു പ്രദേശത്തെ വലിയ ധനികനായ മനുഷ്യൻ ആ ദേശത്തെ പള്ളി പുതുക്കി പണിയാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം അതിനുവേണ്ട മുഴുവൻ പൈസയും ചെലവഴിച്ചു. പള്ളിയുടെ പണി കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാവരും അത് കാണാനായിട്ട് എത്തിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അത്ര മനോഹരമായിരുന്നു ആ പള്ളിയുടെ പണി. അതിനും വേണ്ടി പൈസ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരാളാണ് ശ്രദ്ധിച്ചത്, ആ പള്ളിയിൽ പ്രകാശം പരത്താനായിട്ട് ഒരു ഒറ്റ ലൈറ്റും ഇല്ല. അതിനുവേണ്ട ഇലക്ട്രിസിറ്റിയും അതിൽ കണക്ട് ചെയ്തിട്ടില്ല. എല്ലാവരും ചോദിച്ചു, വെട്ടമില്ലാതെ എങ്ങനെയാണ്? ഉടനെ ധനികനായ ഈ മനുഷ്യൻ പള്ളിയിൽ ദീപം വയ്ക്കാനുള്ള സ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കുകയും വന്നവർക്ക് എല്ലാവർക്കും ഓരോ ദീപം കയ്യിൽ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഈ വിളക്കും കത്തിച്ചുകൊണ്ട് വരണം. ഈ വിളക്കാണ് പള്ളിക്ക് പ്രകാശം നൽകുന്നത്. നിങ്ങൾ ഒരാൾ വന്നില്ലെങ്കിൽ അത്രയും പ്രകാശം കുറവായിരിക്കും. പ്രിയമുള്ളവരെ, ബൈബിളിൽ ക്രിസ്തു പറയുന്ന വാക്ക് ഓർക്കുന്നില്ലേ? നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങളുടെ സൽപ്രവൃത്തികളാണ് ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നത്. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാനില്ലെങ്കിലും അതൊക്കെ നടന്നോളും. പ്രിയമുള്ളവരെ, അങ്ങനെ വിചാരിക്കല്ലേ. ഞാനില്ലെങ്കിൽ അത്രയും പ്രകാശം കുറവായിരിക്കുമെന്ന് കരുതണം. നിങ്ങളുടെ അസാന്നിധ്യം അന്ധകാരം നൽകുന്നതാണെങ്കിൽ നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു തെറ്റല്ലേ. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഓർക്കുക, നിങ്ങളുടെ സാന്നിധ്യം പ്രകാശമാണ്. സൂര്യനെപ്പോലെ നിങ്ങൾക്ക് പ്രകാശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചന്ദ്രനെപ്പോലെ, ഇനി അതും കഴിഞ്ഞില്ലെങ്കിൽ ഒരു നക്ഷത്രത്തെ പോലെ, അല്ല അതിനും കഴിയുന്നില്ലെങ്കിൽ മിന്നാമിനുങ്ങിനെ പോലെ, മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം പോലെ. നന്ദി.